സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നമ്മൾ വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 4 എപ്പിസോഡായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിന് എനിക്ക് ഭയങ്കര വ്യൂവേഴ്സ് കുറവുണ്ടായിരിക്കും, അതിന് വിഷമമൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചെന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എന്തോ പരിപാടി, കോഴിയൊക്കെ എഴുപോണ്ട് ഗൈസ്. ഇവനായിരുന്നു തട്ടിയൊക്കെ ഇന്നത്തെ ഫുഡ് നീ. അപ്പോൾ നമുക്ക് ഫുഡിന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാരെയൊക്കെ തല്ലിയാൽ ഫേസ്റ്റ് അവന്മാരെ വാട്ടർ തിയേറ്ററോ അവന്മാരൊക്കെ കിട്ടുമെന്ന് അടിച്ചാൽ കൊല്ലണം കഴിച്ചു. കാരണം വെച്ചാൽ അവന്മാരുടെ ഇന്ന് ലീഡ് ഒരെണ്ണം കിട്ടും. അവന്മാരൊന്നും ആയി. നമ്മുടെ ഫാം ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്കൊരു ബോൺ മീൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബോൺ മീൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് കൊണ്ട് അവന് കൊടുത്താലോ? ഇതാവും. അല്ല, ബോൺ മീൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് മറ്റേത് രണ്ടെണ്ണം വിളവെടുക്കാം. എന്നിട്ട് മറ്റവന് കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ പെട്ടെന്നാവുമായിരിക്കും. ഓ, 6 ബോൺ മീൽ ധാരാളം. അവിടുന്ന് 2 വീറ്റ് എടുത്തിട്ട് നമുക്കില്ല 2 ആഴ് അവന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവന്മാരെ കൊച്ചാകുമ്പോ ഒരെണ്ണത്തിനെ തല്ലിയും കൊല്ലാം. 1 2 3 രണ്ടെണ്ണത്തിനേ ഉള്ളൂ. എന്തൊരു കഷ്ടമാ. ഗൈസ്, 2 വീറ്റ് 4 സീഡും കിട്ടിയിട്ടുണ്ട്. 2 സീഡ് കോഴിക്കും കൊടുത്താലോ? അല്ല, അടുത്ത കോഴി ഫാം ഉണ്ടാക്കാം. അത് പിന്നെ ആവട്ടെ. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഇവന്മാർക്ക് കൊടുക്കാം. അവരിതല്ലേ കഴിക്കുന്നേ. ഫീഡ് ഫീഡ് അങ്ങനെ വഴിക്കുക. അല്ല, ഇവനൊന്ന് വളർന്നിട്ടൊരുത്തനെ മേടിച്ചു കൊല്ലാം. അപ്പൊ നമുക്ക് വീടൊന്ന് മോഡിഫൈ കഴിച്ചാണ്ട് ഇവിടൊക്കെ സ്റ്റെയർ വെച്ച് ചെറിയൊരു മേൽക്കൂടി കണ്ട ഒരു ബോക്സ് പോലെ അല്ലേ തോന്നുന്നു. ബോക്സിൽ കഥ വെട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്യണം. അവിടെ വൂളിട്ടെങ്കിൽ അല്ല, ചിലപ്പോൾ ഇടി വെട്ടുമ്പോൾ കത്തും. വേണ്ട. പായസ് നമുക്ക് മരം വെട്ടാൻ പോകാം. മരം വെട്ടാൻ്റെ ഒന്നുമില്ല. നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോകാം കഴിച്ച. ഫസ്റ്റിലെ മൈനിങ്ങിന് പോയി. ഇപ്പം നമ്മളൊരു 4ാമത്തെ എപ്പിസോഡായിട്ട് ഒരു അയണും കോളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പം നമുക്ക് മൈനിങ്ങിന് പോകാം. അപ്പം നമ്മളെ നല്ലൊരു സോഡില്ല, ആണ് പ്രശ്നം. ഇരുട്ടിയോ ഇരുട്ടി പോയി. എന്നാ രാവിലെ ഇപ്പം ഇരുട്ടി കാണും. കിടക്കാം. ഇരുട്ടിയില്ലേ? നമുക്ക് ഇന്ന് പെട്ടെന്ന് മൈനിങ്ങിന് പോകണം. ടോർച്ച് എടുക്കാൻ പോകുമ്പോൾ ഈ മണ്ടൻ കളിക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊക്കെ അങ്ങ് തട്ടാം, പിന്നെ നമ്മൾ കൊണ്ടിവിടെ ഫിറ്റ് ചെയ്യാം. ഒന്ന് 2 3 1 2 3 1 2 3. പെട്ടെന്ന് വാങ്ങി, സമയമില്ല നമുക്ക്. മൈനിങ് ഇന്നേ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ എപ്പിസോഡിലാണ് ചെന്ന് നോക്കി, കോളല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. കോപ്പർ എങ്ങാണ്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തതുമില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലെതർ കിട്ടും.
ഇതിന് ലെതറില്ലേ? നമ്മുടെ ലെതർ കുറച്ചുണ്ട്, അത് വെച്ച് ഇവിടെ ഫാം. ഇതിനകത്ത് എന്തെല്ലാം കാണുമോ ഇനി? അവിടെ പോയിട്ടുണ്ട്, അതിനകത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. വേറെ വലിയ കേവ് ഉണ്ടോ എന്ന് നോക്കിപ്പോ. നമുക്ക് അങ്ങോട്ട് ഇപ്പം അവിടെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അല്ല, അവിടെ നേരെ കളച്ചങ്ങ് പോവാം. ഏതെങ്കിലും റവീനിലോ കേവിലാണോ ചെന്ന് ചാടട്ടെ. ഇവിടെ അങ്ങനെ കേവുണ്ടോ? കേവില്ലേ? കേവില്ലാത്ത വേൾഡോ? ഇത് കേവാണോ? ആ, കേവ്. ഗൈസ്, അപ്പോൾ നമ്മൾ കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ടോർച്ച് കുത്തി വെക്കാം. എവിടെ ഒന്ന് ഇറങ്ങിയെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ അയണുണ്ടോ? നമുക്ക് അത്യാവശ്യം അയണാണ് ഗൈസ്. നമ്മുടെ ഈ ടൂൾസ് കുറവാണ്ട്. കോപ്പറൊക്കെ ഒന്നിനും ഇല്ലാത്ത സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആവശ്യമുള്ള ഒന്നും വെച്ചേക്കത്തില്ല. നമ്മുടെ ഈ ഷീൽഡ് ഇല്ലല്ലോ. ഇറങ്ങുന്ന റിസ്ക് ഭംഗിയാ. ഇവിടെ അയണുണ്ട്. ലൈറ്റ് കത്തൂ. സോംബി സൗണ്ട്. ഇവിടെ അയണൊന്നും കാണുന്നില്ല. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും ഈ കോളൂടെ അങ്ങ് എടുക്കാം. വെറും കൈ കൊണ്ട് പോകണ്ട. അങ്ങനെ താന്ന് ഒഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. നേരെ ചെന്ന് ലാൻഡ് ചെയ്യുന്ന ലാവയിലെങ്ങാണമായിരിക്കും. പിന്നെ പരിപാടി കഴിഞ്ഞില്ല. കയ്യിലൊന്നും ഇല്ല. എല്ലാം ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ടോർച്ച് പോകും. അവിടെ നമ്മൾ മൊത്തം എടുത്ത് മാന്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കാണും. അതുകൊണ്ട് അവിടെ ഒരു സോംബി നിൽപ്പുണ്ട്. അവനെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമെന്നേ അവനെ അടിച്ചാൽ കൊല്ലായിരുന്നു. നമുക്കിതുവഴി വെച്ചങ്ങ് ഇറങ്ങിയാലോ എന്തേലും. അല്ല, അതിലൂടെ കളച്ച് താഴോട്ടങ്ങ് ഇറങ്ങിപ്പോം. എന്തായാലും നമുക്ക് താഴെത്തിയാലും എന്തേലും കിട്ടത്തുള്ളൂ. നമുക്ക് തൽക്കാലം ഇതുവഴി താഴോട്ട് കുഴിച്ചങ്ങ് പോവാം. ഈ സാധനം എന്താ മേലോട്ടിരിക്കാത്ത? എനിക്ക് സേഫായിട്ട് ഇറങ്ങണം. സോംബിയുടെ അടി കിട്ടിയാൽ തെറിച്ചു പോകും. ആദ്യമായിട്ടാണ് സോംബിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പരിപാടി എന്തോ ചെയ്യാനെന്നോ ഞാൻ കണ്ടതുമില്ല. താഴോട്ട് വീണ് പറഞ്ഞതേ ഉള്ളൂ. ഇത് വലിയ കേവാ. അത് നമ്മുടെ ഒന്നുമില്ല. ഇനി എല്ലാം ഒന്നേന്ന് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിപ്പോ തന്നെ. ചെറിയൊരു സീൻ കിട്ടി. കാരണം വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങ് തീർന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് സ്റ്റോറേജ് ഒക്കെ എടുത്ത് കളയാൻ വേണ്ടി വന്ന് ഞാൻ സ്റ്റോറേജ് എടുത്ത് കളഞ്ഞിട്ട് ഒന്നേന്ന് കയറുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഏട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൂൾസും സ്റ്റോൺ ടൂൾസും ലെതറും കൊണ്ടുള്ള ആർമറും കൊണ്ട് ആ കേവിലോട്ട് ഒന്ന് ഇറങ്ങാം. അമ്മമാരെ കാണിച്ചു വിടണം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ, ഉണ്ട്. ഒരു സ്റ്റോൺ പിക്കാക്സ് ഇരിപ്പുണ്ട്. പിക്കാക്സ് ഇതായാലും മതി. ആക്സ് മതി. നമുക്ക് വാളൊന്നും വേണ്ട. ആക്സിന് വാളിനെക്കാട്ടി പവറാ. അപ്പോൾ ഇതുകൊണ്ട് പോയി നമുക്കൊരു മരം ഒന്ന് മുറിച്ചു തുടങ്ങാം. കാണിച്ചിരി അപ്പുറത്ത് പോകുന്നേ. അവിടെ കണ്ട് മരമില്ല. ഇവിടെ എങ്ങും മരമില്ല. അതുകൊണ്ടാണ് മരം. അതാണ് ഒരു വില്ലേജ് കിട്ടുന്ന ഒരു സാഡിൽ കിട്ടുന്നതിന്. പിന്നെ ഇങ്ങനെയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടായിരുന്നു. അല്ലയോ പശു?
മരം പൊട്ടാൻ നോക്കാവും. ഒറ്റ മരം മതിയാവും. 4 ഇരട്ടിയെങ്ങാണ്ട്, 1/4 ഇരട്ടിയെങ്ങാണ്ടല്ലേ ഓപ്ലാക്സ് ആകുമ്പോ കിട്ടുന്ന ഒരു വുഡിന്റെ. അത് മതി. എന്റെ കുഞ്ഞെന്താ വളരാത്ത? ഞാനിട്ട് വീട്ടിലാണോ എന്നിട്ട് അത്യാവശ്യം ആർമറായിട്ട് പോയാൽ മതിയായിരുന്നു. കയ്യിരിക്കും സാധനം മൊത്തം പോയി. നമുക്ക് കുറച്ച് സ്റ്റോൺ കുത്തിയെടുക്കാൻ പോകണം. വീട്ടിലോട്ട് വരുന്നു. ലാവ ചിക്കൻ ആക്കുവേ. അത്രേ ഉള്ളൂ, ലാവ ചിക്കൻ. ഇപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോൺ വേണമെങ്കിൽ എവിടെ നിന്ന് കളക്കാം. കണ്ട സ്റ്റോൺ. ഇങ്ങനെ പണ്ടാണോ ഒരു കേവോ വേണം കിട്ടുവാണെ ഭാഗ്യം. ഇവിടുന്ന് അങ്ങ് മൈനി. കോള് ബ്ലോക്ക്. സ്കെലട്ടന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അയൺ. ഏയ് അയൺ ഗായ്സ്, നമ്മുടെ ശരീരത്തിന്റെ ഫസ്റ്റ് അയൺ. പൊളിച്ചങ്ങ് തുടങ്ങാം ഗായ്സ്. ഇനിയും ഉണ്ടോ? ഇപ്പൊ ഇവിടെ അടുത്തെവിടെ കേവ് ഉണ്ടല്ലോ. സ്കെലട്ടന്റെ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെവിടെ കിടക്കുന്ന കോളൊക്കെ കൊത്തി എടുത്ത് ടോർച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരാം. എന്നിട്ട് വൃത്തിയായിട്ട് ഇതിനകത്തുനിന്ന് നിരീക്ഷിക്കാം. കോളിപ്പോ വന്ന് റെയറായി വരുക മൈൻക്രാഫ്റ്റിൽ. പണ്ടൊക്കെ എവിടെ നോക്കിയാലും കോളേ ഉള്ളായിരുന്നു. ഇപ്പൊ കിട്ടാൻ തന്നെ വലിയ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണം. നമുക്ക് സ്റ്റേജ് ഫുഡ് ഒന്ന് ലെവൽ ചെയ്തങ്ങപ്പം. സൺസെറ്റ് ആയോ? പക്ഷെ ഇരുട്ടിയോ? എന്തുവാ ഒരു കളറ്? ഗായ്സ്, വീടിന്റെ അടുത്ത് എന്തോ ആരാ വന്ന് ചത്തേ? എന്തായാലും എന്നെ പോയ XP 5 XP കിട്ടാൻ പാടാ. ഇപ്പൊ എന്തായാലും കിട്ടിയ ടൂൾസ് ഒക്കെ വെച്ച് നമുക്ക് ഒരു സാധനമൊക്കെ ഉണ്ടാക്കി എടുക്കാം. ഞാൻ സ്വിച്ചാണോ ക്രാഫ്റ്റ് ചെയ്യുന്നേ? 2 സോഡ്, 2 പിക്കാക്സ്. അല്ല, 1 പിക്കാക്സ് പോയി. ബാക്കി ഷവലൊക്കെ ഇരിക്കട്ടെ. ഇനി വേണ്ട സാധനങ്ങൾ മൊത്തം എടുത്ത് ഇതിനകത്തോട്ടിടാം. ഷവലൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല ഗൈസ്. ഷവലൊക്കെ കൊച്ചു പിള്ളേരുടെ സാധനം. ഇത് ഇവിടെ ഇരുന്നോട്ടെ. നീ ഇവിടെ ഇരുന്നോ. അല്ല, നീ ഇവിടെ ഇരുന്നോ. വല്ലാത്ത കഷ്ടമായല്ലോ ഗൈസ്. ഇനി ആപ്പാണ് സീനാണ്. ഫോണിൽ ഒട്ടും സ്റ്റോറേജ് ഇല്ല. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്റ്റോറേജ് കുറവാണ്. അതുകൊണ്ട് ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണും. അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എല്ലാവരും മറ്റേ എപ്പിസോഡൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.